ഇങ്ങ് തെക്ക് തിരുവനന്തപുരത്ത് SDP ഭീഷണി കൊണ്ട് സർക്കാർ സംവിധാനങ്ങൾ തന്നെ ഒരു ക്ഷേത്രം പൂട്ടുന്നു. അങ്ങ് വടക്ക് കാസർഗോഡ് സർക്കാരിൻ്റെ ഒരു പരിപാടി തന്നെ SDP പ്രവർത്തകർ തടയുകയാണ്. നമസ്കാരം നടക്കുന്ന സമയത്ത് പരിപാടി പാടില്ലെന്ന് പറഞ്ഞാൽ തടയുകയാണ്. കേരളത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ തുടർച്ചയായി സംഭവങ്ങൾ ഉണ്ടാകുന്നു? ഇത് ഒരു മതങ്ങൾ തമ്മിലുള്ള വിഭജനത്തിൽ കലാശിക്കുമോ? അതെ, SDP സമ്മതം കൊണ്ട് ക്ഷേത്രം സർക്കാർ പൂട്ടുമെന്ന് ഞാൻ കരുതുന്നില്ല. ആകെ വെറുതെ പറയുന്നതായിരിക്കും. ക്ഷേത്രം എപ്പോഴാണ് ഉണ്ടായത്, എന്താണ് റിയൽ വിഷയം? സർക്കാരിന്റെ SDP താളത്തിനനുസരിച്ചുള്ള നടക്കുന്ന പരാതിയിൽ SDP ഗുരുവായൂർ ക്ഷേത്രത്തിനെതിരെ പരാതി കൊടുക്കുക, പൂട്ടുവോ? അല്ല, അതാണ് ഇവിടത്തെ അത്ഭുതം. അങ്ങനെ സംഭവിച്ചു. അങ്ങനെ വേറെന്തോ കാരണം ഉണ്ടോ? അങ്ങനെ ഇവന്മാർ അതിനനുസരിച്ച് തുള്ളാൻ നിൽക്കുന്നത് നല്ല ഇവിടുത്തെ ഗവൺമെന്റ്. ആകെ വെറുതെ തോന്നുന്നത് ഇത് എന്തെന്നറി വെള്ളരിക്കപ്പെട്ടത്. അതാണ് ചോദ്യം. സാധാരണക്കാരൻ അല്ലല്ല, അത് അങ്ങനെ ആയിരിക്കും. വേറെന്തും കാരണം ഉണ്ടാവില്ല. പൊളിറ്റിസൈസ് ചെയ്യുന്നതാണ്. പിന്നെ കാസർഗോഡ് വിഷയം എന്ന് വെച്ചാൽ ഞാൻ വായിച്ചിടത്തോളം സർക്കാർ പരിപാടി ജുമാൻ്റെ ഇടയ്ക്ക് സർക്കാർ പരിപാടി നടത്താൻ സമ്മതിക്കില്ല എന്ന് അവർ പറഞ്ഞു. അതൊക്കെ അവരുടെ ഒരു ആഗ്രഹം. അതൊന്നും അധികം ഇവിടെ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റില്ല. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ തന്നെ ഒറ്റപ്പെട്ടു പോകും. സമുദായത്തിൻ്റെ ഉള്ളിൽ തന്നെ എതിർപ്പുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ സർക്കാരിനെ മുസ്ലിങ്ങൾക്കെതിരെ തിരിക്കുന്ന ആരായാലും അതിനെ മുസ്ലിങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല. കാരണം സർക്കാരിനെതിരെ മുസ്ലിങ്ങൾ തിരിഞ്ഞ സമയത്ത് 8ന്റെ പണി കിട്ടി 1921 കലാപം ഉൾപ്പെടെ. പിന്നെ ഇവരൊന്നും തന്നെ സർക്കാരിനെതിരെ തിരിഞ്ഞിട്ടില്ല. സർക്കാരിനെതിരെ അവർ തിരിയാറില്ല പൊതുവെ. മാപ്പറ മസ്ജിദ് പൊളിച്ചിട്ട് തന്നെ ഇവിടുത്തെ മുസ്ലിങ്ങൾ സർക്കാരിനെതിരെ തിരിഞ്ഞു ഇല്ലല്ലോ. മദീനയെ പോലെ ഭ്രാന്തന്മാരെ തിരിഞ്ഞെന്നല്ലാതെ ലീഗൊന്നും തിരിച്ചില്ലല്ലോ. അപ്പോൾ ഒരു എന്റർപ്രൈസിംഗ് ക്ലാസ് അവർ സർക്കാരിനെതിരെ തിരിയില്ല. പണ്ടല്ല ഒരു ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്, ഇതൊരു തുടർച്ചയായി തന്നെ തുടർച്ചയായിട്ട്. ഇപ്പം ഞാനിപ്പോൾ അടുത്ത കാലത്ത് ഇങ്ങനെ വെള്ളിയാഴ്ച പരിപാടി നടത്തി ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. ഇതിനു മുമ്പ് 2 ആഴ്ച മുമ്പ് ഹിജാബ് പ്രശ്നം അതുണ്ട്. അത് അവർ കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ടിരിക്കും. അവരൊറ്റ ഹിജാബ് പ്രശ്നത്തിൽ ഇപ്പം എന്താ സംഭവിച്ചത്? അത്തനാക്കുട്ടി സ്കൂൾ മാറി പോകേണ്ടി വന്നു, മനസ്സിലായില്ലേ? അതിനുശേഷം ഗോവാലാട്ടൻ്റെ ഏതോ ഒരു സ്കൂളിൽ പിന്നെ ഈ കറുത്ത ഡ്രസ്സ് ഇട്ട് കയറ്റാൻ പറ്റുന്ന ഹിന്ദു ഐക്യവേദി ഇവരുടെ കൗണ്ടർ പാർട്ടായി. ഇങ്ങനെ ഒന്നായി നാട്ടിൽ ജീവിക്കാൻ പറ്റും. ഹിന്ദു ഐക്യവേദിക്കാരെ ഹിന്ദുക്കളും നോക്കി ചിരിച്ചു. ഇവന്മാരെ നമ്മൾ മുസ്ലിം സമുദായത്തിന് വലിയ സപ്പോർട്ടൊന്നും ഈ തട്ടം വിഷയത്തിൽ കിട്ടിയിട്ടൊന്നുമില്ല. അവർ നിങ്ങൾ മീഡിയയ്ക്ക് എന്തെങ്കിലും ഇപ്പോൾ ഈ വിഷയമൊക്കെ ഉള്ള എടുത്ത് വലിയ ഹൈപ്പ് ഉണ്ടാക്കുന്ന പോലെ നിങ്ങൾക്കൊരു ന്യൂസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഹൈപ്പ് ഉണ്ടാക്കുന്നതല്ല. പൊതു മുസ്ലിം സമൂഹമൊന്നും അതിലൊന്നും കാര്യമായിട്ട് എടുത്തിട്ടൊന്നുമില്ല. തട്ടം പിന്നെ തട്ടം വിടുന്ന സ്കൂളുകളുണ്ടല്ലോ, അവിടെ വിട്ടാൽ പോലെ എന്നാണ് അവർ ചോദിച്ചിട്ടുള്ളത്. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്നെ മാറ്റിക്കുക, സാധാരണക്കാരോട് നീ ചോദിച്ചു ഈ ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ എത്ര മുസ്ലിം കുട്ടികൾ പഠിപ്പിക്കുന്നുണ്ട്, എത്ര TC പോയിട്ടുണ്ട്? പോയിട്ടില്ലല്ലോ. അപ്പോൾ ആ പറയുന്നതിലൊന്നും കാര്യമൊന്നുമില്ല. അത് അവരുടെ ഒരു പ്രസൻസ് ഞങ്ങൾ മരിച്ചിട്ടില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ചെയ്യുന്നു. അത് പെട്ടെന്നൊരു വിഷയം വന്ന സമയത്ത് അത് ന്യൂസ് ആവുന്നു. സർക്കാർ ചിലപ്പോൾ പെട്ടെന്ന് അപ്പോൾ അത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അത്രയൊക്കെ അതുള്ളൂ. ഇത് ഇവന്മാരുടെ ഭീഷണി മേടിച്ചിട്ട് സർക്കാർ പ്രോഗ്രാമുകളൊന്നും മാറ്റാൻ പോകുന്നില്ല. അല്ല, ഈ സംഭവങ്ങൾ BJPക്ക് ഒരു വഴിയൊരുക്കും. നിങ്ങൾ ന്യൂസ് ഉണ്ടാക്കുമ്പോൾ BJP ഗുണം ചെയ്യും. കാരണം വെച്ചാൽ ഇങ്ങനെ ഈ SDP സംഭവിക്കുമ്പോഴല്ലേ ന്യൂസായി. അതന്നെ നിങ്ങൾ ന്യൂസ് വഴിയാണ്. നിങ്ങൾ ഇതൊക്കെ ശരി ചില ന്യൂസുകൾ അവഗണിച്ച് കളയണം. അവഗണിച്ച് കളഞ്ഞാൽ ഇവർക്ക് അത് ഗുണം ചെയ്യില്ല. ഇവർ ന്യൂസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ചെയ്യുന്നത്. എന്നോട് പ്രമുഖ ചാനലിൻ്റെ അസോസിയേറ്റ് പറയുന്ന കാര്യമുണ്ട്. ഇവ മുസ്ലിം തീവ്രവാദികളൊക്കെ അവരുടെ ഓഫീസ് ഇങ്ങനെ കയറി ഇറങ്ങുന്നു. അവരെ ചർച്ചയ്ക്ക് വിളിക്കാൻ വേണ്ടിയിട്ട്. അവർ വിളിക്കല്ലോ, അവർക്ക് പ്രസൻസ് വേണം. അതിന് വേണ്ടിയിട്ടാണ് അവരിതൊക്കെ പൊട്ടിക്കുന്നത്. അപ്പം അത് ഈ ലൗഡായിട്ട് സംസാരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുമെന്നുള്ള ഒരു ചന്തയിലെ പിന്നെ ഒരു വിശ്വാസമാണ്. ആ വിശ്വാസത്തിൽ നമ്മൾ പോയി ചാടേണ്ട ആവശ്യമില്ല. നിങ്ങൾ ന്യൂസ് എടുക്കുമ്പോൾ വലിയ വിഷയമാണ്. ന്യൂസ് എടുക്കുന്നതിന് BJP ഒരു 5-6 വർഷമായി കേരള സമൂഹം പരിശോധിച്ചാൽ അങ്ങനെ ഒരു തോന്നലുണ്ടോ? ഇപ്പോൾ ഹൈന്ദവർക്കും അതോടൊപ്പം തന്നെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് തങ്ങൾക്ക് മേൽ ഒരു സ്വാധീനം മറ്റ് ഒരു സമുദായം ചെലുത്തുന്നു എന്നൊരു തോന്നലുണ്ടോ? അങ്ങനെ തോന്നല് മീഡിയ ഉണ്ടാക്കി. അങ്ങനെ ശരിക്കും അങ്ങനെ തോന്നുന്നില്ല. അങ്ങനെ മുസ്ലിംസിന്റെ അങ്ങനെ ഒരു തോന്നൽ ഉള്ളത് കൊണ്ടാണ് BJPയുമായി. അല്ലാതെ നിങ്ങളെ മീഡിയ ഉണ്ടാക്കിയെടുത്തൊരു സാധനമാണ്. അങ്ങനെ ഒരു വലിയൊരു സ്വാധീനമൊന്നും മുസ്ലിം കമ്മ്യൂണിറ്റി ചെലുത്തുന്നില്ല. അത് ബേസിക്കലി അവരുടെ ഈ എന്താണ് കഷ്ടപ്പെട്ട് ഒത്തിരി കാശ് ഉണ്ടാക്കിയിട്ട് അവർ ബിസിനസ്സിലൊക്കെ അവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. കൂടുതൽ കുട്ടികൾ പഠിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരുന്നു. ഇപ്പോൾ മുമ്പ് തട്ടട്ട കുട്ടികളെ നിങ്ങൾ മെഡിക്കൽ കോളേജിലും എഞ്ചിനീയറിംഗ് കോളേജിലൊന്നും പോയാൽ കാണാൻ പറ്റില്ല. ഗവൺമെൻറ് സർവീസ് തട്ടട്ട ആളുകളെ കാണാൻ പാടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കൂടുതൽ കാണുന്നു. അപ്പോൾ ഇവർക്ക് സ്വാധീനം കൂടുന്നു എന്ന് വിചാരിക്കുന്നു. അങ്ങനെയല്ലത്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ഈ കുരിശിട്ട ആളുകൾ എവിടെയൊക്കെ ഉണ്ട്, അത് കണ്ടിരുന്ന ക്രിസ്ത്യാനികൾക്ക് സ്വാധീനം കൂടുന്ന ആരും പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ. അപ്പോൾ ഈ പറഞ്ഞതിനർത്ഥം ഇപ്പോൾ മുസ്ലിംസ് കൂടുതൽ നല്ല രീതിയിൽ മുന്നോട്ട് വരുമ്പോൾ അത് ആളുകൾക്ക് ഒരു പേടി ജനിപ്പിക്കുന്ന രീതിയിൽ ചിലർ അവതരിപ്പിക്കും. പിന്നെ SDPI പോലുള്ള സാധനങ്ങളെ കമ്മ്യൂണിറ്റി തന്നെയാണ് തടഞ്ഞു നിർത്തിയിട്ടുള്ളത്. ഈ സമുദായം തന്നെയാണ് തീവ്രവാദികളെ ഒറ്റപ്പെടുത്തിയതും. SDPI അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ മുസ്ലിംസ് അത്രയും തീവ്ര സ്വഭാവമുള്ളതാണെങ്കിൽ SDPI എങ്ങനെ 5ാം സ്ഥാനത്തോ 6ാം സ്ഥാനത്തോ പോവുക? ചുരുങ്ങിയൊരു 3ാം സ്ഥാനത്തെങ്കിലും SDPI ഇവിടെ വരേണ്ടതല്ലേ? എന്താ വരാത്തത്? BJP 2ാം സ്ഥാനത്തേക്കും പോകും, കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1ാമത് വരും, BJP 2ാം സ്ഥാനത്തേക്കും പോകും.
SDPI മൂന്നാമത് തന്നെ അല്ലേ, എന്താ അല്ല, വരാത്തത്? പക്ഷെ മുസ്ലിം ലീഗ് ഇപ്പോഴും ഉണ്ടല്ലോ. അല്ല, മുസ്ലിം ലീഗ് നിങ്ങൾ പറയുന്നത് വെച്ചാൽ മുസ്ലിം ലീഗിനെ നിങ്ങൾ അങ്ങനെ തീവ്രവാദ സ്വഭാവമുള്ള പാർട്ടിയെ കരുതുന്നില്ലല്ലോ, SDPI എന്നല്ലേ കരുതുന്നുള്ളൂ. കാരണം മുസ്ലിങ്ങൾ അങ്ങനെ തീവ്രവാദികളാണെങ്കിൽ അവർ ഭൂരിപക്ഷം അങ്ങനെ ആണെങ്കിൽ എന്തുകൊണ്ടാണ് SDPI വരുന്നത്, പിന്നെ ഇവിടെ 5ാം സ്ഥാനത്ത് 6ാം സ്ഥാനത്തൊക്കെ പോകുന്നത്? അപ്പോൾ ആ പറയുന്നതിൽ കാര്യമൊന്നുമില്ല. പിന്നെ SDPI അവരുടെ ഒരു ഗ്രൗണ്ട് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അവരുടെ പിന്നിൽ വിദേശ ശക്തികളും ഉണ്ട്, അതൊക്കെ സത്യമാണ്. തുർക്കിയൊക്കെ അവരുടെ പിന്നിലുണ്ട്. പക്ഷേ അതിന് നിന്ന് കൊടുക്കല്ല കമ്മ്യൂണിറ്റിയുടെ സ്വഭാവം. പക്ഷേ ഈ വിഷയങ്ങളുണ്ടായത് നീ പറഞ്ഞ പോലെ വേറൊരു കാര്യം സംഭവിക്കുന്നുണ്ട്. അവിടുത്തെ ഹിന്ദു ഈ ഒരു ഫീൽ ഉണ്ടാകുന്നുണ്ട്, ഈ SDPI മുസ്ലിം ഇസ്ലാമിനെ വിഴുങ്ങുന്നു, അവർ ഈ ജിഹാദിസ്റ്റുകൾ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും വിഴുങ്ങാൻ പോകുന്നു എന്നൊരു ഫീല് ചെറുതായിട്ടെങ്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായ ആളുകളുടെ ഇടയിലും വലിയ ബോധം വിവരമില്ലാത്ത ആളുകളുടെ ഇടയിൽ ഉണ്ടാകുന്നുണ്ട്. അത് BJP ഗുണം ചെയ്യും, അത് സത്യമാണ്. അത് തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കും. തിരഞ്ഞെടുപ്പുകളെ കുറച്ചൊക്കെ സ്വാധീനിക്കും, അങ്ങനെ പെട്ടെന്നൊന്നും സ്വാധീനിക്കില്ല. അത് BJP ജയിക്കുമെന്ന് തോന്നലുണ്ടാവും, എന്താ വലിയ ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോഴൊക്കെയാണ് ഒരു മാറ്റം ഉണ്ടാവുള്ളൂ. ഇത് മാറ്റത്തിൽ കൊണ്ടുവന്ന് എത്തിക്കും, അതിൻ്റെ ബോർഡർ വരെ എത്തിക്കും. പക്ഷെ മാറ്റം ഉണ്ടാകുന്ന വലിയൊരു ഇൻസിഡൻറ്റ് വേണം, കൈവിട്ട സംഭവം പോലെയോ അങ്ങനെ എന്താ വലിയ സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രം, ഒരു സ്ഫോടനം പോലെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആളുകൾ എന്നാലും ശരി ഇനി അങ്ങോട്ട് മറികടന്നേക്കാന്ന് വിചാരിക്കും. മറ്റേത് അതിൻ്റെ അടുത്ത് കൊണ്ടുവച്ച് നിർത്തുകയുള്ളൂ. പക്ഷേ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിൽ കൃത്യമായി CPM ഇടപെടുന്നുണ്ടോ? CPM ഇടപെടുന്നുണ്ട്. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ അടിത്തറയുള്ള പാർട്ടി, എല്ലാ അവരിടപെടുന്നുണ്ടല്ലോ. എല്ലാ വിഭാഗത്തിലും വേരോട്ടമുള്ള പാർട്ടി CPM ആണ്. അവരിടപെടുന്നുണ്ടല്ലോ. അവരിടപെട്ടേണ്ട സകല മേഖലയിലും ഈ പറയുന്ന ഇങ്ങനെ ആളുകൾ അവരുടെ പാർട്ടിക്ക് കയറാതെ അവർ നോക്കുന്നുണ്ട്. വേറെ ചില പാർട്ടികൾ അവർ കയറുന്നുണ്ട്, CPM കയറുന്നില്ല. ഇനിയിപ്പോൾ വല്ലതും വന്നാൽ തന്നെ അവർ ഗ്രൂപ്പ് മെമ്പർഷിപ്പിൽ ഒതുക്കും, ഉള്ളിൽ കയറ്റി വിടില്ല. രണ്ടാമത്തെ കാര്യം, ഇവന്മാർക്കെതിരെയൊക്കെ ആക്ഷൻ എടുക്കുന്നുണ്ട്. പിന്നെ തല്ലേണ്ട അടുത്ത് തല്ലും കൊടുക്കുന്നുണ്ട്. ഇവന്മാർ യൂണിറ്റ് ഇട്ടിട്ടുണ്ട് മലബാറിലൊക്കെ രഹസ്യമായി തല്ലൊക്കെ കൊടുക്കാറുണ്ട്. അപ്പം ഇവിടെ ചിലപ്പം അവർ DYFIക്കാരൻ്റെ വാനൊക്കെ കത്തിക്കും, മലബാറിൽ കത്തിക്കുന്നില്ല, കത്തിച്ചാൽ അവന്മാർ വിവരം അറിയും. അതൊക്കെ ചെയ്യുന്നുണ്ട്. CPM ഉള്ളതുകൊണ്ടാണ് സത്യത്തിൽ ഇവന്മാർ അധികം മേലനങ്ങാത്തത്. കാരണം RSS ഇടപെട്ട് അത് വർഗീയമായി പോകും, CPM ഇടപെട്ട് അത് വർഗീയമാവില്ല. ആ CPM പേടിച്ചിട്ടാണ് അവന്മാർ അധികം കളിക്കാത്തത്. ഈ പയ്യന്മാർക്കും പലർക്കും ഇതിലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ അമ്മമാർ വരാത്ത എന്തുകൊണ്ടാന്ന് വെച്ചാൽ സഹകന്മാരുടെ അടി പേടിച്ചിട്ടാണ്. പക്ഷെ കോൺഗ്രസ്സുകാർ പറയുന്നത് SDPയുടെ പോപ്പുലർ ഫണ്ടിന്റെ വോട്ട് അധികം ലഭിക്കുന്നത് CPM -ൽ. നിങ്ങൾ ഓൾ ഇന്ത്യ തരത്തിൽ നോക്കൂ, ഇവിടെ ബൈ ഇലക്ഷൻ നടന്ന സമയത്ത് ഇല്ല കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജയിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ഡാൻസ് കളിച്ചിട്ടുള്ളത് ആരാ? ഏത് പാർട്ടിക്കാരാ? അല്ല, ഡാൻസ് കളിക്കുമ്പോഴാണ് പറയുന്നത് ഞങ്ങൾക്ക് മാത്രമല്ല CPM-നും അവരെ വോട്ട് ചെയ്തു എന്നാണ്. അല്ല, അവർക്ക് ചെയ്തിട്ട് CPM ചെയ്തിട്ടുണ്ടാവില്ല എന്ന് ഞാൻ ചില ഇലക്ഷൻ അവർ ടാക്ടിക്കലായി. ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി വളരെ കാലമായിട്ട് ടാക്ടിക്കലായി കോൺഗ്രസിനെതിരെ LDF-ന് വോട്ട് ചെയ്ത ആളുകളാണ്. അത് അവരുടെ ആവശ്യമായിരുന്നു. അവർ കോൺഗ്രസിനെതിരെ. ഇപ്പം BJP വളർന്ന അവർക്ക് കോൺഗ്രസ് വേണം. അപ്പം അവർ കോൺഗ്രസിന് നയിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി SDPI ഇങ്ങനെയുള്ള സാധനങ്ങളാണ് പല സ്ഥലത്തും. അതുകൊണ്ടാണ് ഉത്തരേന്ത്യയിലൊക്കെ തന്നെ കോൺഗ്രസിനെതിരെ ആൻറ്റി ഹിന്ദു വികാരം ഉണ്ടാവുന്ന ഇതുകൊണ്ടാണ്. കാരണം ഇതിനെ മുഖമായി ഇതൊരു മൈനോറിറ്റി പാർട്ടി ആയിട്ട് ഫീൽ ഉണ്ടാക്കുന്നു, അതാണ് പ്രശ്നം. അപ്പൊ അവര് കേരളത്തിലും ഞാൻ വേറെ എന്നോട് കാര്യം പറഞ്ഞത്, ഇവിടെ കേരളത്തിൽ RSSന്റെ വോട്ട് മേടിക്കാത്ത ആരുമില്ല. ഇവിടെയുള്ള വലുതൊക്കെ RSSന്റെ വോട്ട് പല ഘട്ടങ്ങളായിട്ട് മേടിച്ചിട്ടുണ്ട്, രഹസ്യമായിട്ട്, പരസ്യമായിട്ടല്ലെന്നാണ്. അതെന്ന് വെച്ചാൽ അവർ മേടിക്കുന്നതല്ല. RSS ടാക്ടിക്കലായിട്ട് 2 സ്ഥാനാർത്ഥിയാകുമ്പോൾ BJP ജയിക്കാൻ പറ്റില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? ഏതാണോ നമുക്ക് കൂടുതൽ ഗുണകരമായ സ്ഥാനാർത്ഥി നോക്കി അവർ അസ്യൂം ചെയ്ത് അവർ വോട്ട് ചെയ്യും. പിന്നെ കോൺഗ്രസിന് RSSന്റെ വോട്ട് വിറ്റതിൻ്റെ കാര്യം അനാർജി തന്നെ പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ ടാക്ടിക്കലായിട്ട് ഇവിടെ LDF വരുന്നതാണ് പിന്നെ BJPക്ക് നല്ലത്. UDF തകർന്ന ആ സ്പേസിലേക്ക് അവർ കയറാമെന്നുള്ളതുകൊണ്ട് അവർ LDF-ന് വോട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും ചെയ്യാനും സാധ്യതയുണ്ട്. അതൊന്നും തന്നെ LDF അവർക്ക് വാങ്ങിക്കൊടുത്തോണ്ടല്ല, അല്ലെങ്കിൽ SDPIക്ക് വാങ്ങിക്കൊടുത്തോണ്ടല്ല. മറിച്ച് എന്താണ്, അത് അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവരെടുക്കുന്ന നിലപാടാണ്. പിന്നെ ഇലക്ഷൻ സമയത്ത് ആര് വോട്ട് കൊണ്ടുവന്നാലും ആളുകൾ വേണ്ടെന്നും പറയില്ല. അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ജനിച്ചു വരണം, അതത്രേ ഉള്ളൂ. അല്ല, സർക്കാർ സംവിധാനം SDPIക്കാരെ കണ്ട് പേടിച്ചെന്ന് വിചാരിക്കേണ്ട, CPM പേടിച്ചും വിചാരിക്കേണ്ട, നടക്കാത്ത കാര്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.